ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇനി എല്ലാ ദിവസവും വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തക്കാളിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തക്കാളി ഇപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളുടെ തക്കാളി വലുതായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ട് കിടക്കാം. ഇത് നീളം തക്കാളിയാണ്. ഇത് നമ്മൾ വളമൊക്കെ ഇട്ട് വളർത്തിയെടുത്തതാണ്. ഇത് നീളം തക്കാളി. ഈ തക്കാളി നമ്മൾ കറി വെച്ച് അടിപൊളി ടേസ്റ്റായിട്ട് ഇത് വളർത്തുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ചെറിയ ഇലയോ എന്തെങ്കിലും വന്നാൽ അത് നമ്മൾ മുറിച്ച് കളയണം. അന്നേരം ഇതിൻ്റെ ആ ഒരു ഒരു മുട്ട് പോലെ വരും. അത് പിന്നെ പൂവായി വിടർന്ന് ഒക്കെ ആയിക്കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും വലുതാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിന് 3 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നാലേ ഇത് ഇതുപോലെ വളരുള്ളൂ. ഇതും നീളം തക്കാളിയാട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പച്ച പൂവായിട്ട് മാറിയിട്ട് എന്തായി മാറും? ഇത് കണ്ടോ, ഇങ്ങനെ യെല്ലോ കളർ പൂവ് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കും. അങ്ങനെയാണ് തക്കാളി ഉണ്ടാവുന്നത്. ഇത് കണ്ടോ, നമ്മളുടെ കുഞ്ഞു തക്കാളി ഉണ്ടോ, ഇങ്ങനെ വളർന്ന് വലുതായി ഇതിനെ പോലെ വളർന്നു വരും. ഇതും കണ്ടോ, കുഞ്ഞു തക്കാളി. ഇനി പറയാൻ പോകുന്ന ഉരുളൻ തക്കാളിയെ കുറിച്ചാണ്. ഈ തക്കാളി ഇത് കണ്ടോ, കുഞ്ഞതായിട്ട് ഇരിക്കുന്നുണ്ടോ, നമ്മൾ കുഞ്ഞതായിട്ട് ഇത് കണ്ടോ, ഇത് ശേഷം ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും. അപ്പോൾ നല്ല ഇതൊക്കെ തക്കാളി കറി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് കറിയാണ് തക്കാളി കറി. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കുറേ ഇതുണ്ട്. ഇതാണ് ഫസ്റ്റ് ടൈം തക്കാളി ആവുന്ന ഒരിത്. ഫസ്റ്റ് ടൈം ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ പൂവൊക്കെ ഉണ്ടാവും. കണ്ടോ, നമ്മൾ ഇതൊന്ന് മുറിച്ച് കളഞ്ഞാണ്, ഒരു ഇല ഉണ്ടായിട്ട് മുറിച്ച് കളഞ്ഞാണ്. ഇങ്ങനെ മുറിച്ച് കളഞ്ഞ ശേഷം ഇത് ഇതേപോലെ ചെറുതായിട്ട് കുറേ വലുതാവും. എന്നിട്ട് ഇതുണ്ട്, ഇതേപോലെ ഫസ്റ്റ് പൂവാവുകയാണ് ചെയ്യുന്നത് ഈ ഉരുളൻ തക്കാളിയിൽ. ഈ ഉരുളൻ തക്കാളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേതിൻ്റെ നീണ്ട തക്കാളിയുടെ പൂവ് ഇങ്ങനെ താന്നിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവെന്ന് വെച്ചാൽ വിടർന്നിരിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇത് നമ്മൾ നന്നായിട്ട് സ്നേഹത്തോടെ വളർത്തിയാൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ വൈകുന്നേരം 3 നേരം ഇതിന് വെള്ളം ഒഴിക്കണം. പിന്നെ മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ പോകും. അതൊക്കെ നമ്മൾ മണ്ണെടുത്ത് ഇതിലിടണം. ഇതുകൊണ്ട് ചെറിയ തക്കാളിയാണ് ഇതൊക്കെ ഞാൻ ഇന്നലെ മണ്ണെടുത്ത് ഇട്ടതാണ്. പിന്നെ ഇത് മഴയത്ത് ഒടിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ വടി ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇതിലിങ്ങനെ അടുപ്പിച്ച് കെട്ടി വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് വളരുള്ളൂ. ഇതിൻ്റെ മെയിൻ സംഭവം ഇതാണ്. വടി എടുത്ത് ഒടിഞ്ഞു പോകുമ്പോൾ മഴയത്ത് നല്ല കാറ്റൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ ഇത് കമ്പെടുത്ത് അതിൻ്റെ അടുത്തോട്ട് വെച്ച് കെട്ടി വെക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ വളം എന്ന് വെച്ചാൽ നല്ല വളമായിരിക്കണം. പിന്നെ ചെറിയ തക്കാളി വളം. ഇതിൻ്റെ വളം എന്ന് വെച്ചാൽ ഇത്രയും വലുതാവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഒരു 2-3 ദിവസങ്ങൾ ഇച്ചിരി ആയിട്ട് ജൈവ വളം എന്ന് പറഞ്ഞൊരു വളം ഇടും. അങ്ങനെയാണ് ഇതൊക്കെ വളർന്നു വന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തക്കാളികളാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഇഷ്ടമുള്ളതാണെന്നറിയോ? എന്നാൽ ഓക്കെ, പിന്നെ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.